ചെമ്പ് തോണ്ടി നടന്നവന്മാരൊക്കെ ഇപ്പൊ എവിടെ പോയി? ചെമ്പ് തോണ്ടി നടന്നവന്മാർ എവിടെ പോയി? കരുവന്നൂർ കൊണ്ട് അവസാനിച്ചു എന്നൊന്നും നിങ്ങൾ വിചാരിക്കണ്ട. കരുവന്നൂരിന്റെ കാര്യത്തിലും എന്താണ് ആ ആനന്ദവല്ലി ചേച്ചിയോട് കലിങ്കിലിരുന്ന് ഞാൻ ചോദിച്ചത്? നിങ്ങൾ നിങ്ങളുടെ മുഖ്യമന്ത്രിയെ കണ്ട് പറയും, ആ പണം ഇഡിയുടെ കൈവശമുണ്ട്, 100 ചില്ലാനം കോടിയുണ്ട്, അത് തിരിച്ച് കരുവന്നൂർ ബാങ്കിലേക്ക് സ്വീകരിക്കാൻ കോടതിയിൽ തയ്യാറായി മുഖ്യമന്ത്രിയോട് വരാൻ പറയൂ, കോഓപ്പറേറ്റീവ് മിനിസ്ട്രി കൈകാര്യം ചെയ്യുന്ന മന്ത്രിയോട് വരാൻ പറയൂ. ആ ചേച്ചി ചോദിച്ചിരിക്കുന്നത്, അയ്യോ മുഖ്യമന്ത്രിയൊക്കെ ഞങ്ങൾ എങ്ങനെ കാണാനാ, മുഖ്യമന്ത്രിയൊക്കെ എവിടെ പോയി കാണാനാ, അതിനൊക്കെ ഞങ്ങൾക്ക് പറ്റുമോ? അപ്പൊ ഞാൻ തമാശ രൂപത്തിൽ അപ്പൊ പിന്നെ എന്റെ നെഞ്ചത്തോട്ട് കയറിക്കും. അതാക്കി വിഷയം. വേണമെങ്കിൽ ആ ഫുൾ വീഡിയോ ചെക്ക് ചെയ്തോളൂ നിങ്ങൾ. ഓ മുഖ്യമന്ത്രിയെ കിട്ടില്ല, അപ്പൊ പിന്നെ എന്റെ നെഞ്ചത്തോട്ട്. ഞാനാണ് ആ പ്രക്രിയ മുഴുവൻ തുടങ്ങി വെച്ചയാള്. ഇപ്പോഴും പറയുന്നു, ഇഡി കോടതിയിൽ പറഞ്ഞോ ഇല്ലയോ, കരുവന്നൂർ ബാങ്ക് ഈ കാശ് സ്വീകരിച്ചാൽ അത് കണ്ടുകെട്ടിക്കൊണ്ടുവന്ന സ്വത്ത് കണ്ടുകെട്ടിക്കൊണ്ടുവന്ന കാശാണ്. ആ പാവങ്ങൾക്ക് ഇന്നും കിട്ടിയിട്ടില്ല. തിരുവഞ്ചൂരുണ്ട്, വലിയ കോൺഗ്രസ്സുകാരനായ എന്റെ വല്യമ്മാവിന്റെ 4 കോടി മറ്റോ ഉണ്ടായിരുന്നു. അത് പലപ്പോഴായിട്ട് എടുത്തതിന്റെ പേരിൽ ഇപ്പൊ 20 ലക്ഷം അവശേഷിക്കുന്നുണ്ട്. അവിടെയുമുണ്ട് തുരന്നെടുപ്പ്. അങ്ങനെ ഏതാണ്ട് 300ഓളം 280ഓളം കോഓപ്പറേറ്റീവ് ബാങ്കുകളിൽ ഈ അധമം നടന്നിട്ടുണ്ട്, നടന്നുകൊണ്ടേയിരിക്കും. മാവേലിക്കരയിൽ പണം ആവശ്യപ്പെട്ട് എന്ന ആൾക്കാർക്ക് അവിടെ ജോലി കൊടുത്ത് അവരെ ഇരുത്തി ഇപ്പൊ അവര് ആത്മഹത്യയുടെ വക്കിലാണ്. കാരണം പുറകെ വന്ന കാശ് ആവശ്യപ്പെട്ട് വരുന്നവര് എവരെയാണ് മാനസികമായി പീഡിപ്പിക്കുന്നത്. അവർക്ക് ഈ ജോലി വിട്ട് ഒഴിഞ്ഞ് പോകാനും പറ്റുന്നില്ല, അവർക്ക് ശമ്പളവും കിട്ടുന്നില്ല, അവരാണ് ഇപ്പൊ കുരുക്കിൽപ്പെട്ടിരിക്കുന്നത്. അപ്പൊ എന്തൊക്കെ തരത്തിലാണ് ഇതിന്റെ ബൃഹത്തായ രൂപമാണ് ഇന്ത്യയിൽ നടന്നിരിക്കുന്നത്. കഴിഞ്ഞ 50 വർഷത്തിലെങ്കിലും ഭരണത്തിന്റെ മികവില്ലായ്മയല്ല, ദ്രോഹമില്ലായ്മ മതിയായിരുന്നു. ദ്രോഹമായി അത് ചരിത്ര രചനയുടെ പേരിലായാലും നടന്നിട്ടുള്ള ദ്രോഹം. അതിനൊരു നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി വന്നപ്പോ അതിന് എനിക്കിന്നിപ്പോ കാലത്ത് ഒരു പരിപാടിയുള്ളൂ, അതുകൊണ്ടാണ് ഞാൻ ഇത്രയും ദൂരം സംസാരിക്കുന്നത്. നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ട വിഷയങ്ങൾ ഇതൊക്കെയാണ്. PM ശ്രീ എത്ര സ്കൂളുകളിലാണ് ഓടുപൊട്ടി കുഞ്ഞുങ്ങളുടെ തലയിൽ വീണത്? എത്ര കെട്ടിടങ്ങളാണ് കുഞ്ഞുങ്ങൾ ഇല്ലാത്ത സമയത്ത് ഇടിഞ്ഞു വീണത്? ഇതിനു വേണ്ടിയല്ല. ഒരുപക്ഷെ ചരിത്ര രചനയിലൂടെ കുഞ്ഞുങ്ങളുടെ മനസ്സിലാക്കൽ, ഒരുപക്ഷെ പഴയ ചരിത്രം പഠിച്ച് മുന്നോട്ട് പുതിയ ചരിത്രം രചിക്കുമ്പോൾ അതിന് ഉത്തരവാദപ്പെട്ട കുരുന്നുകൾ അറിഞ്ഞിരിക്കേണ്ട പഴയ ചരിത്ര രചനയിലെ പൊള്ളത്തരങ്ങളും കള്ളത്തരങ്ങളും അവരറിഞ്ഞിരിക്കണം എന്ന് പറയുന്നതിന് കൂടി ഒരു പുതിയ ആയുധമാണ് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി. സിലബസിൽ ഉണ്ടായിട്ടുള്ള മാറ്റങ്ങൾ ആർക്കൊക്കെ വേണ്ടി സൗകര്യപ്രദമായി ചരിത്രത്തെ വക്രീകരിച്ചു, തെറ്റായി ചിത്രീകരിച്ചു. ഇതൊക്കെ ഞാൻ പറയുന്നത് നിങ്ങൾ വിശ്വസിക്കേണ്ട. നിങ്ങൾക്ക് സ്വയമേ ഒരു പഠനം നടത്തിക്കൂടെ? ക്ഷേത്രങ്ങൾ പ്ലണ്ടർ ചെയ്ത് ആര്? അവർക്കെന്ത് ടൈറ്റിൽ? മതേതരത്വം എങ്ങനെ അവരുടെ തത്വമാണ്? ഇത് ചരിത്രത്തിൽ കുറിച്ചിട്ടുണ്ടോ? പരിശോധിക്കണ്ടേ? അത് അങ്ങനെ തെറ്റായി കുറിച്ചിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ തിരുത്തി ശരിയായ ചരിത്രം പുനർരചിച്ച് കുഞ്ഞുങ്ങളെ പഠിപ്പിക്കണ്ടേ? അങ്ങനെ പഠിപ്പിക്കുന്നത് കൊണ്ട് നിങ്ങൾക്കൊരു ഭയപ്പാടുണ്ടോ? നങ്ങേലി ഏത് കാലഘട്ടത്തിലാണ്? ഏത് കാലഘട്ടത്തിലാണ്? ഞാനൊരു 2 മാസം മുമ്പ് ഒരു കലിങ്കിലിരുന്ന് പറഞ്ഞതാണ്. അതൊക്കെ ഒരു കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നു. അത് അധമം തന്നെയായിരുന്നു. പക്ഷെ ആ അവകാശമെല്ലാം സോഷ്യലിസ്റ്റ് ചിന്താഗതി ഉയർത്തിപ്പിടിച്ച കമ്മ്യൂണിസ്റ്റുകാർക്ക് പണ്ടുണ്ടായിരുന്നു.
ഇപ്പോൾ സോഷ്യലിസത്തിൽ നിന്ന് വളരെ അകന്നുപോയ കമ്മ്യൂണിസ്റ്റുകാർക്ക് ഇന്നും പുഴയ്ക്കണമെങ്കിൽ, ജീവിക്കണമെങ്കിൽ, നിലനിൽക്കണമെങ്കിൽ ഈ നുണയിൽ കടിച്ചു തൂങ്ങി പഴയത് ഓർമ്മിപ്പിച്ചെടുത്താൽ മാത്രമേ അത് സാധിക്കൂ.